ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഫിഷ് അമിനോ ആസിഡിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതായത് ഇത് ഉണ്ടാക്കുന്നതും പിന്നെ 30 ദിവസത്തിന് ശേഷമുള്ള പ്രത്യേകതകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ചെക്ക് ചെയ്താൽ മതിയാകും. 60 ദിവസത്തിന് ശേഷമുള്ള ഫിഷ് അമിനോ ആസിഡിൽ അധികമൊന്നും മീൻ അഴിഞ്ഞു ചേർന്നായിട്ട് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നില്ല അല്ലേ? പക്ഷേ ഇതിൻ്റെ കളറിലൊക്കെ കുറച്ചധികം മാറ്റം വന്നതായി കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ മണത്തിലും വളരെ അധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മണം നല്ല പഴുത്ത പഴങ്ങളുടെ മണമാണ്. മീനിൻ്റെ ഒരല്പം പോലും സ്മെല്ല് ഇതിനകത്തേക്ക് ഇല്ല. ഒരു കമ്പ് കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഇത്രയും ദിവസത്തിനിടയിൽ ഒരല്പം പോലും ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്തില്ല. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം, അതായത് അടച്ചു വെച്ച ശേഷം ഒരു തണുത്ത് അല്ലെങ്കിൽ ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു വടി കൊണ്ട് നന്നായി കലക്കി കൊടുത്തപ്പോൾ തന്നെ അതിലെ ബാക്കി അലിയാതെ കിടക്കുന്നതായി തോന്നിയ മീനുകളൊക്കെ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇഴുകി ചേർന്നു. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അധികമൊന്നും അഴുകാനായി ഇനി ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് വേണമെങ്കിൽ 60 ദിവസമായ ഫിഷ് അമിനോ ആസിഡിനെ നമുക്ക് അരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിവിടെ കുറച്ച് ദിവസത്തേക്ക് കൂടെ വച്ചിരിക്കുകയാണ്. ഇത് വച്ചിരിക്കുന്നതിനനുസരിച്ച് തന്നെ വളരെ അധികം നല്ല രീതിയിൽ ഇത് വളമായി മാറുന്നതാണ്. ഇതിൻ്റെ എഫക്റ്റ് കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയില്ല. 10 to 15 ദിവസം കൂടെ വച്ചിരിക്കാം. ഇനി വരുന്ന വീഡിയോ ഇത് അരിച്ചെടുത്ത ശേഷം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ആ വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്.